വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. 4 ഓണമെല്ലാം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ റെഗുലർ ക്ലാസ്സിലോട്ട് വരാം. നമ്മളന്ന് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, ഡിഫറൻഷ്യേഷൻ. നമുക്കിന്ന് ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കണം. ഓണാവധിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പോർഷൻ തീരണമല്ലോ. അപ്പം നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഓണാവധിക്ക് ശരിക്കും നിങ്ങൾ പഠിക്കുക, വീട്ടിൽ ഇരുന്ന്. ഇനി 3-4 ദിവസം ഉണ്ടല്ലോ നമുക്ക് അവധി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്കിനി പാരാമെട്രിക് ഫോം, ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എല്ലാം ഉണ്ടല്ലോ, നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഡെറിവേറ്റീവ് അങ്ങനെയല്ലേ ചോദിക്കുകയുള്ളൂ. അപ്പം നിങ്ങളത് ലോഗരിതമിക് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് റൈസ് ടു 2 എന്ന് പറയുന്നത് നമുക്കറിയാം ഡെറിവേറ്റീവ് എന്താ, 2x. പക്ഷേ എക്സ് റൈസ് ടു എക്സ് ഇതാണെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പം ഇങ്ങനെ ഫങ്ഷൻ റൈസ് ടു ഫങ്ഷൻ, എക്സ് റൈസ് ടു സൈൻ എക്സ്, സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്, ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ. എക്സ് റൈസ് ടു സൈൻ എക്സ്, സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ്, എക്സ് റൈസ് ടു ലോഗ് എക്സ്, അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ. പിന്നെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന കേസിൽ, അത് ഞാൻ പറയും, ഇപ്പോൾ റൂട്ട് ഓഫ് അങ്ങനെയൊക്കെ വരുന്ന കേസിലും നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ അപ്ലൈ ചെയ്യാം. നമുക്കതിൽ ലോഗരിതത്തിൻ്റെ റൂൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷ്യേഷനിലേക്ക് വരാം. ലോഗ് 1 ടു എനി ബേസ് ഈസ് ഈക്വൽ ടു 0. ലോഗ് ഇ ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു 1. നമ്മൾ ഈ ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്നെങ്കിലും അവിടെ ബേസ് ഇ ആണ്. നമ്മളവിടെ എഴുതിയില്ലെങ്കിലും നമ്മൾ ഈ ഡിഫറൻഷ്യേഷനിലേക്ക് ഇപ്പോൾ ലോഗ് സൈൻ എക്സ്, ലോഗ് എക്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബേസ് ഇ ആണ്, നാച്ചുറൽ ബേസ്. ഇവിടെ ലോഗ് എ ബി ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത്, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ദാറ്റ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എക്സ് റൈസ് ടു എം, ഇങ്ങനെ പവറാണ് വരുന്നതെങ്കിൽ ഈ പവർ നേരെ ലെഫ്റ്റിൽ വരും, എം ലോഗ് എക്സ്. ലോഗ് റൂട്ട് എക്സ് ഇങ്ങനെയാണ് എങ്കിൽ റൂട്ട് എക്സ് എന്ന് നമുക്കറിയാം എക്സ് റൈസ് ടു ഹാഫ് അല്ലേ, ഹാഫ് ലോഗ് എക്സ്. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കും. നമുക്കിനി ഡിഫറൻഷ്യേഷനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. x raised y is equal to x raised to sin x. Find dy by dx. Y is equal to x raised to sin x. Taking logarithm on both sides. Log y is equal to log of x raised to sin x. നമ്മൾ ആദ്യം sin x ലെഫ്റ്റ് എഴുതുക, ലോഗ് എക്സ് റൈസ് ടു എം ഫോം, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും നമ്മൾ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ലോഗ് വൈ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ലോഗ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x. അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, ചെയിൻ റൂൾ. അപ്പോൾ ലോഗ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എന്ത് വരും, ആദ്യം നമ്മൾ 1/x അതേപോലെ 1/y എഴുതുക, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, dy ബൈ dx. ഇവിടെ നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ്. ഇനി നമുക്ക് y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, dy ബൈ dx ദാറ്റ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ് ദിസ് sin x
ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി നമുക്ക് തിരിച്ച് വൈക്ക് എന്ത് കൊടുക്കണം? എക്സ് റൈസ് ടു സൈൻ എക്സ്. dy by dx equals x raised to sin x into within the bracket sin x by x plus log x cos x. Question number 2. Y is equal to root of x minus 3 into x square plus 4 whole divided by 3x square plus 4x plus 5. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യാം. Taking find dy by dx. Taking logarithm on both sides. Log y. ഇവിടെ സ്ക്വയർ റൂട്ട് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എന്ത് എഴുതണം? ഹാഫ് എഴുതുക. ലോഗ് ഇത് ഏത് ഫോമായി? ലോഗ് എ ബൈ ബി. അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 divided by 3x square plus 4x plus 5. That is half into log ന്യൂമറേറ്ററിൽ തന്നെ പ്രോഡക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം ഇത് ഏത് ഫോം നോക്കണം? ലോഗ് എ ബൈ ബി. ലോഗ് എ മൈനസ് ലോഗ് ബി. ആ ന്യൂമറേറ്ററിൽ ലോഗ് എ ബി ഫോമാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് log x square plus 4 minus log 3x square plus 4x plus 5. Differentiating with respect to x on both sides. log y differentiate ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടും? 1 by y into dy by dx. ഹാഫ് അതേപോലെ എഴുതുക. ഇനി നമുക്ക് ഓരോ ടൈമായിട്ട് ഡിഫറൻഷ്യേറ്റ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 by x. 1 by ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് മൈനസ് 3. നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 3 1 ആയതുകൊണ്ട് നമുക്ക് എഴുതണമെന്നില്ല. പ്ലസ് 1 by എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡോട്ട് ഇൻറ്റു ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x. ഡെറിവേറ്റീവ് ഓഫ് 4 0. 2x മൈനസ് 1 by ലോഗ് 1 by ആദ്യം നമ്മൾ ഈ ടൈം അതേപോലെ എഴുതുക. 3x square plus 4x plus 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് 3x square. നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? 3 ഇൻറ്റു 2x ദാറ്റ് ഈസ് 6x. ഡെറിവേറ്റീവ് ഓഫ് 4x 4. ഇനി നമുക്ക് y ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു ഇപ്പോൾ y എന്നുള്ളതിന് പകരം നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അതേപോലെ അങ്ങ് എഴുതാം. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4 ബൈ 3x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 ഇൻറ്റു വിതിൻ ദ ബ്രാക്കറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു 1/2 നമുക്കിവിടെ ഔട്ട് സൈഡ് കൊടുക്കാം. 1/2 ഇൻറ്റു ഇത് ഇത്ര അതേപോലെ എഴുതാം. 1 by x minus 3 plus 2x by x square plus 4 minus 6x plus 4 divided by 3x square plus 4x plus 5. നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Question number 3. Y is equal to cos x, cos 2x, cos 3x. ഇവിടെ നോക്കുന്നേ taking logarithm on both sides. Find dy by dx. Log y is equal to log abc. ആ ഒരു ഫോം അല്ലേ, log a plus log b plus log c. Log cos x plus log cos 2x plus log cos 3x. Differentiating with respect to x on both sides, 1 by y into dy by dx. That is equal to, ഇതിലെല്ലാം നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? ചെയിൻ റൂൾ. Log 1 by cos x into derivative of cos x minus sin x plus 1 by cos 2x into minus 2 sin 2x plus 1 by cos 3x into minus 3 sin 3x. So dy by dx equals y cross multiply ചെയ്യാം. ഇതിലെല്ലാം നമുക്ക് നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ, അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. വിതിൻ ദ ബ്രാക്കറ്റ് sin x by cos x നമുക്ക് എങ്ങനെ എഴുതാം? tan x 2 into sin 2x by cos 2x tan 2x plus 3 tan 3x. നമുക്ക് തിരിച്ച് വൈക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. So dy by dx equals y into cos x cos 2x cos 3x into within the bracket tan x plus 2 tan 2x 3 tan 3x. Question number 4. Log x raised to cos x. Find dy by dx. Y is equal to log x raised to cos x. Taking logarithm on both sides. Log y is equal to cos x into, അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പൊണൻ്റ് ഇവിടെ എഴുതുക, ബേസിൻ്റെ കൂടെ ലോഗ് ചേർക്കുക കേട്ടോ. Log of log x differentiating with respect to x. Log y differentiate ചെയ്ത് എന്താ? 1 by y into dy by dx. Cos x into log of log x 1 by log x into derivative of log x 1 by x plus log x into derivative of cos x minus sin x. ഇവിടെ log y നമ്മൾ ഈ എക്സ്പൊണൻ്റ് ഇവിടെ എഴുതി, log of log x 1 by y into dy by dx. നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ വേണം, അതിൽ ഈ ടേമിന് നമുക്ക് ചെയിൻ റൂൾ വേണം. cos x into log x 1 by log x into derivative of log x 1 by x plus second into derivative of cos x minus sin x. So dy by dx equals y into cos x divided by x log x. ഇവിടെ പ്ലസ് മൈനസ് മൈനസ് sin x into log x. ഇനി തിരിച്ച് നമുക്ക് വൈകിട്ട് കൊടുക്കാം.
cos x by x log x sin x into question number 5. Y is equal to x raised to x minus 2 raised to sin x. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൈനസോ പ്ലസ്സോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ അങ്ങ് ലോഗ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? y is equal to u minus v ഒരു പേര് കൊടുക്കുക. u is equal to x raised to x. Taking logarithm on both sides. ഈ എക്സ് ഇവിടെ എഴുതുക, ബേസിൻ്റെ കൂടെ ലോഗ് ചേർക്കുക, എക്സ് ലോഗ് എക്സ്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. 1 by u into du by dx. Product rule. X into 1 by x plus log x into 1. So du by dx equals u into, within the bracket, 1 plus log x. ഇനി നമുക്ക് തിരിച്ച് യുവിനെ ചെയ്ത് കൊടുക്കാം, എക്സ് റൈസ് ടു എക്സ്. ഇനി നമുക്ക് വി. വി ഈസ് ഈക്വൽ ടു 2 റൈസ് ടു സൈൻ എക്സ്. ഇതിന് നമുക്ക് ഡയറക്റ്റ് ലോഗ് എടുക്കാതെ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇനി നിങ്ങൾക്ക് ലോഗ് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ലോഗ് വി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് വി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽസ്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണ്ട, കാരണം ലോഗ് 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. So dv by dx equals v into log 2 into cos x. v എന്താ? 2 raised to sin x. log 2 into cos x. dy by dx, that is equal to du by dx minus dv by dx. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ പ്ലസ് ഇടുക. du by dx എന്താ ആൻസർ? എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഈ എക്സ് റൈസ് ടു എക്സ് മാത്രമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൈനസ് 2 റൈസ് ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് 2 ഇൻറ്റു കോസ് എക്സ്. y raised to x equals x raised to y. Find dy by dx. Taking logarithm on both sides. ഇത് വരും x log y is equal to y log x. Taking logarithm on, and നിങ്ങൾ ആ സെൻറ്റൻസ് എഴുതിക്കണം, taking logarithm on both sides. Then differentiating with respect to x. x into 1 by y into dy by dx, chain rule, plus log y into 1, y into 1 by x plus log x into dy by y by x. നമ്മൾ ഈ ടൈമിനെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ലോഗ് വൈ റൈറ്റ് സൈഡ്. ഇനി നമുക്ക് എൽ സി എം എടുക്കാം. y മൈനസ് എക്സ് ലോഗ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
So dy by dx equals y into this. X minus y log x. Y into y minus x log y by x into x minus y log x. ഇന്ന് മുതൽ 10th ഞാൻ റെഗുലർ ക്ലാസ് ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ട്രിഗണോമെട്രി നിർത്തിയിരിക്കുകയാണ്. 10th-കാർക്കും 12th-കാർക്കും ഞാൻ ഇന്ന് മുതൽ വീണ്ടും തുടങ്ങുകയാണ് റെഗുലർ ക്ലാസ്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാരാമെട്രിക് ഫോം നോക്കാം. പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് തരുന്നുണ്ട്. അതിനകത്ത് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.